ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറുപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? പൊക്കിയിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറുപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നളിനാക്ഷനെയും കാണാനില്ല. അതെന്തുപറ്റി? തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായിന്നാ കേട്ടത്. ചന്ദ്രപ്പൻ ഇപ്പോഴും സ്റ്റേഷനില്ല. ആ ഇൻസ്പെക്ടറെ ഞെരിവട്ടം അങ്ങ് പൂശി ഇവിടുന്ന് കെട്ടിക്കണം, അല്ലെങ്കിൽ അങ്ങ് കൊന്നേക്കണം. അതിനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം സ്ഥലം വിടും. ഇൻസ്പെക്ടറെ കൊല്ലേണ്ടി വന്നാ ശവം മുതലാളി ഒതുക്കിക്കോണം. കൊന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ 4 കഷ്ണമൊക്കെ ഞാൻ കത്തിച്ചേക്ക്. എന്നിട്ട് കുറെ കോഴിത്ത് വലിച്ചിട്ടും വിതറി ആരെങ്കിലും കണ്ട ചിക്കൻ ഫ്രൈ ആന്ന് വിചാരിച്ചോളും. ഇതൊക്കെ ഇത്ര ഉള്ളടാ. മനുഷ്യനായി എന്നെ പോലെ അത്ര ധൈര്യം. എന്താണോ ഇത്? തുമ്പശ്ശേരിക്കാവിലെ ഉത്സവം കഴിഞ്ഞിട്ടല്ലേ ഭഗവതിക്ക് കെട്ടിക്കാഴ്ചോട്ട് വരിക. ഇതെന്താ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളോ? ഇത് ഭഗവതിക്ക് കെട്ടിക്കാഴ്ചയും തുമ്പശ്ശേരിക്കാവിലെ ഉത്സവമൊന്നും അല്ല കുറുപ്പേ. ഇത് ഈ നാട്ടുകാരുടെ മനസ്സിന്റെ ഒരു സന്തോഷ പ്രകടന. എന്റെ എല്ലാവർക്കും ഭ്രാന്തായി. അയ്യോ, ഇന്ന് അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദന കുറിപ്പ് അറിഞ്ഞില്ലേ? നമ്മുടെ നാരായണ മാഷ വീട്ടിൽ മുമ്പ് ഒരു കള്ളം കയറി സകൃതം കട്ടോണ്ട് പോയി ആ പാവ മാഷ മോളുടെ കല്യാണം കളിക്കില്ലേ? ആ കള്ളന് മാനസാന്തരം വന്നു കുറുപ്പേ. കട്ടെടുത്ത സകല സാധനങ്ങളും മാഷ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച ആ കള്ളൻ എങ്ങോ പോയി. ഒരു തരി സ്വർണം പോലും ആ കള്ളൻ വിറ്റ് കാശാക്കിയിട്ടില്ലെന്നേ. കള്ളന് മാനസാന്തരം വരികയെ? അതേത് കള്ളൻ? ഈ നാട്ടിലൊരു പെരും കള്ളൻ. അറിയോ കുറിപ്പിന്? സകലതും തിരിച്ചു കിട്ടിയതിന്റെ പേരിൽ നാരായണ മാഷ വക ഒരു വഴിപാടായി കാണണേ. എല്ലാരും കൂടി മാഷക്ക് വേണ്ടി ഉറഞ്ഞങ്ങട് തുള്ള, അത്ര തന്നെ. കുറിപ്പിനും തുള്ള. എന്താ ചെറിയുറുപ്പ് നിലവിളിച്ചോണ്ട് ഓടുന്നത്? ചിന്നക്കുറുപ്പ് കൊല്ലാൻ ആളെ വിട്ടതാവും. കൊല്ലുന്നതിന് മുമ്പ് പിടിക്കു വെച്ച് കൃഷ്ണ, അല്ലേ തെളിവ് പോവും. മുതലാളിയോടെ ഭൂതങ്ങൾക്ക് പൂജ അടക്കുക, ശബ്ദിക്കാൻ പാടില്ല. ശബ്ദിച്ചാൽ എന്താ ഭൂതങ്ങൾ വിഴുങ്ങോ? എന്താണ് ഏട്ടാ, ഞാൻ രുക്മിണിയെ കണ്ടു. അവൾ ചത്തിട്ടില്ല. ഞാൻ അവളെ ഫുൾ ജീവനോടെ കണ്ടു. ഫുൾ? എവിടെയാണ് ഈശ്വര കണ്ടത്? അവള് താലപ്പൊലിയും പിടിച്ചോണ്ട് തുള്ളിക്കളിച്ച് നമുക്കിട്ട് പടക്കം പിടിച്ച് അമ്പലത്തിലോട്ട് പോണ്. ഇപ്പൊ ചെന്ന കൈയോടെ പിടിക്കാം. ചന്ദ്രപ്പോട് ജീപ്പിറക്കാൻ പറ. ചന്ദ്രപ്പൻ അങ്ങ് പോലീസ് സ്റ്റേഷനില്ല. പിന്നെ അവിടെ നിന്ന് ജീപ്പ് ഇറക്കുന്നത്. ആ ഇൻസ്പെക്ടറെ ഞാൻ തട്ടും. 3 എണ്ണത്തിനെ ഞാൻ മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം. ഇതൊക്കെ ഊര് വലിച്ചെടുത്ത് വരുന്നുണ്ടോ? അവളെ കൈയോടെ പിടിക്കണം. പുണ്യാഹം നടിച്ച് ശുദ്ധമാക്കി അകത്തേക്ക് എടുത്താൽ മതി. ഓം നമ ശിവായ. ഇനി ഒന്നും നോക്കാനില്ല. നീ വേഗം ജീപ്പ് എടുക്ക. നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവന്മാരെ തട്ടുന്നു. ജീപ്പ് എടുക്ക. കെട്ടിപ്പിടിച്ച് നിൽക്കുക, പിടിച്ചു നിർത്തിയാക്ക. ആണോ? വിടുമോനെ, വിടുമോനെ. പോയി നിക്കണോടാ, പാന്റ് കൊണ്ടുപോടാ. മാഷ് എന്തായി പറയുന്നത്? കട്ടുകൊണ്ടുപോയ സാധനങ്ങൾ കള്ളൻ തന്നെ തിരിച്ചു കൊണ്ടുപോയി തരികയെ? ആ കള്ളൻ എന്താ തലയ്ക്കല്ല സുഖമില്ലേ? ഏയ്, നല്ല സുബോധമുള്ള കള്ളൻ തന്നെ അവൻ. എല്ലാ കള്ളന്മാരും അവനെ പോലത്തെ കള്ളന്മാരായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല. കളവ് പോയി എന്ന് പറഞ്ഞ് എഴുതി തന്ന പരാതികളൊക്കെ പിൻവലിക്കാനാ ഞങ്ങൾ എല്ലാവരും കൂടി വരണേ. മാഷുടെ മോളുടെ ആഭരണങ്ങൾ മാത്രല്ല, ഈ ഗോവിന്ദൻ കുട്ടിയുടെ വെള്ളിപ്പാത്രങ്ങൾ കിട്ടി, മൊയ്തുവിന്റെ ബാപ്പാന്റെ മെതിയടി കിട്ടി, പണിക്കരുടെ കട്ടില് കിട്ടി, ഈ അമ്മുന്റെ മാലയും കിട്ടി. കള്ളന്മാരിങ്ങനെ തോന്നിയാസം കാണിച്ചാൽ ഞങ്ങളുടെയൊക്കെ കാര്യം കഷ്ടത്തിലാവുമല്ലോ. ആ കള്ളന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയാവോ? അഡ്രസ് മാത്രമല്ല, ജീവചരിത്രവും കിട്ടിയിട്ടുണ്ട്. സാറ് ആ പേപ്പറൊക്കെ വാങ്ങി മോളിലേക്ക് പറത്തു. മോളിൽ നിന്ന് ആള് വരുമ്പോ ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ നോക്കി. ഇനി പരാതി പിൻവലിക്കുന്നതിൽ സാക്ഷിവെപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്പിട്ട് തരും. എന്റെ പെങ്ങളുടെ മോളാ ചിന്നമ്മണി. മാഷക്കൊരു പെങ്ങളുണ്ടെന്നും അവർക്കൊരു മോളുണ്ടെന്നും ഞാൻ ഇപ്പോഴാ അറിയണേ. അന്ന് കള്ളം കയറിയപ്പോ ഇവരിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ചോദ്യം ചെയ്യുമ്പോ ഞാനന്ന് കണ്ടില്ല.
ഇല്ല, അന്നവൾ ഉടുപ്പിയിൽ എക്സ്കർഷന് പോയതല്ലേ. ഉടുപ്പിപ്പൊക്കോട്ടെ, ഇനിയിപ്പോ എന്ത് ചോദിക്കാനാ? എന്താ മാഷയുടെ പെങ്ങടെ പേര്? സുഹാസിനി, സുഭാഷിണി, സുഭാഷിണി, സുഹാസിനി, സുഹാസിനി, സുഭാഷിണി. സുഭാഷിണി അല്ലേ? സുഹാസിനിയാണോ പെങ്ങള്, സുഭാഷിണിയാണോ പെങ്ങള്? അതിപ്പോ ദിനകരൻ പറഞ്ഞ സുഹാസിനി മൂത്ത പെങ്ങള്, ആ. സുഭാഷിണി ഇളയ പെങ്ങള്. ആ. അവരെ വിട്ടുനിൽക്കുന്നുള്ള വിഷമം കാരണം ആ. മാഷ അവരെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല. സംസാരിച്ച അപ്പ കരയും. അതാ ദിനകരൻ വരണമെന്ന് പറഞ്ഞത്. അതാണ് കൊച്ചിഷ്ണ സ്നേഹത്തിന്റെ ശക്തി. വ്യക്തിബന്ധങ്ങൾക്ക് ഇത്രയും വില കൽപ്പിക്കുന്ന മാഷ പോലുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കള്ളനും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അഥവാ കൊണ്ടുപോയാൽ തന്നെ അത് തിരിച്ചുകൊണ്ട് തരുമെന്ന് മാത്രമല്ല, വന്ന് കാല് പിടിക്കും. സത്യം പറയാലോ മാഷെ, മാഷ പരിചയപ്പെട്ട ശേഷം ഈ പോലീസ് വേഷം വലിച്ചെറിഞ്ഞിട്ട് വല്ല മാഷും ആയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എനിക്ക് ഈ ജോലി മടുത്തു, സത്യം പറഞ്ഞാൽ മടുത്തു. സാരല്ലേ ഇൻസ്പെക്ടറെ, ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നീരസങ്ങളും ഒക്കെ ഉണ്ടാവും. മാഷ്മാരുടെ ജോലി അത്ര സുഖമുള്ള കാര്യമാണെന്ന് ആരാ പറഞ്ഞേ? എത്ര ടീച്ചർമാരുടെ പ്രശ്നങ്ങളാ അവരുടെ തലയെ കിടക്കണേ, അല്ലേ? അതെ. അതെ അല്ലേ? അതെ. ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട. ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ആ ബുദ്ധി. ആരുടെ അവിടെ സ്റ്റേഷനകത്ത്? നാരായണ മാഷ്. എല്ലാവരും പഴയ പരാതിയൊക്കെ പിൻവലിക്കാൻ വന്നിരിക്കുക. കള്ളൻ തന്നെ വന്ന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു അത്രേ. ഏട്ടാ, ഏട്ടനേക്കാൾ വലിയൊരു കള്ളൻ ഈ ലോകത്ത് എവിടെയുണ്ട്. അവൻ ആരായാലും ശരി, അവന്റെ കൂടെ ഒരു 5-6 മാസം താമസിക്കുന്നത് നല്ലതാ. ഏട്ടൻ ഇത്തിരി വിവരം വെക്കും. ഒരു ധാവണയും കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടികളെ കഴുത്തി കയറി പിടിച്ചില്ലേ, അവൾ അകത്തുണ്ട്. തുലാം 16 മുമ്പ് അവളെ ജീവനോടെ കൊണ്ടുവന്ന് ഈ കല്യാണം നടത്തിയാൽ ഇതുവരെ നടന്നതൊക്കെ തുമ്പശ്ശേരിക്കുറിപ്പ് മറക്കും ഇല്ലേ? ഒന്നും മറക്കാതെ തുമ്പശ്ശേരി നടക്കും. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ അടിച്ച് പളർത്തിക്കളയും ഞാൻ. എന്താ എന്താ ഇവിടെ എന്താ മാഷ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഇവൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോയാ മതി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവളെന്റെ പെങ്ങളുടെ മോളാ. പേര് ചിന്നമ്മണി. അച്ഛനും അമ്മയും മരിച്ചുപോയ മോള്. ഇത്തിരി കൈക്കരുത്തും മനസ്സിലൊരു പിശാചുണ്ടെന്ന് വെച്ച് വല്ല ഉമ്മാക്കിയും എന്റെ പിള്ളേരുടെ നേരെ കാണിച്ച സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. അച്ഛാ, എന്താ മാഷ ഇത്? ഇയാക്കെന്താ പ്രാന്തായോ? തനിക്കെന്താ പ്രാന്തായോ? എടോ ചിന്ന കുറിപ്പ്, ഇത് മാഷയുടെ വീട്ടിലെ കുട്ടിയാ. മാഷയുടെ പെങ്ങള് സുഭാഷിന്റെ മോള്. അത് സുഹാസിനിയുടെയോ? ഇവളെ പ്രസവിക്കാൻ ഇയാൾക്ക് എവിടുന്ന ഒരു പെങ്ങളെ കിട്ടിയത്? ഇവനൊരു STD ആണെന്നാണ് തോന്നുന്നത്. മാഷ് പരാതി എഴുതിത്ത ഞാനിപ്പോ അവന്റെ കോഡ് കറക്കി അടിച്ച് മാറ്റിത്തരാം. വേണ്ട, ഇയാൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അച്ഛനും ചിന്നമണി വാ. അങ്ങനെ പോയാൽ എങ്ങനെ? പ്ലീസ് ഒരു പരാതി എഴുതി തരൂ. പേപ്പർ സ്റ്റേഷനിൽ നിന്ന് എടുക്കട്ടെ. നിങ്ങളെല്ലാവരും പറ, ഞാൻ ഈ ചിന്നക്കുറിപ്പിനെതിരെ പരാതി കൊടുക്കണോ? വേണ്ടെന്ന്. കുടിച്ചത് വയറ്റിലേക്കല്ലേ മുതലാളി പോയത്? പിന്നെ എന്തിനാ തല തടവുന്നത്? എന്റെ തല അവിടെ കാണുന്നില്ലടാ. ആലോചിച്ച് തല തപ്പിക്കൊണ്ടിരിക്കുക. തുലാം 16 ഈ വീട്ടിൽ കയറേണ്ട രുക്മിണി എങ്ങനെയാടാ തുലാം 16 മുമ്പ് നാരായണ മാഷ വീട്ടിൽ പോയി കയറിയത്? ഈ ബംഗ്ലാവിനേക്കാൾ എത്രയോ തങ്കപ്പെട്ട സ്ഥലമല്ലേ മുതലാളി ആ മാഷയുടെ വീട്. അവൾ അവിടെ സുഖമായി കഴിഞ്ഞോട്ടെ. ചന്ദ്രപ്പൻ പെണ്ണ് കെട്ടിയില്ലെന്ന് വെച്ച് ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല. പെങ്ങള് പറ്റൂന്നല്ലേ ആ കഴിവേറി മാഷ് പറഞ്ഞത്? അവളെ പറ, മാഷക്ക് എവിടെ നടൊരു പെങ്ങളെ കിട്ടിയത്? അതിപ്പോ പറയാൻ പെണ്ണ് തന്നെ വേണമെന്നില്ല മുതലാളി. അവനവന്റെ മനസ്സുകൊണ്ടും പറയാം.
പിന്നെന്താടോ എനിക്കങ്ങനെ ഒരെണ്ണത്തിനെ പറയാൻ കഴിയാത്തത്? അതിന് പെറാൻ പറ്റിയ നല്ലൊരു മനസ്സ് വേണം. മുതലാളിക്ക് അങ്ങനെ ഒരു സാധനം എന്റെ അറിവിലില്ല. പിന്നെ എങ്ങനെയാ പെറുന്നത്? കയറിച്ചെന്ന് വലിച്ചുവാരി മുറ്റത്തിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ തുമ്പശ്ശേരിക്ക് 5 സെക്കൻഡ് മതി. കാണണോ നിനക്ക്? കാണാനൊന്നുമില്ല. മുതലാളി ഇപ്പൊ അങ്ങോട്ട് ചെന്ന അവരെല്ലാം കൂടെ മുതലാളിയെ വലിച്ചു വരെ അകത്തേക്കിടും. കൊച്ചമ്മയ്ക്ക് എവിടെയോ കാര്യമായി തീ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കത്തും. എടോ കാഴ്ചക്കുറിപ്പേ, താൻ എന്തെന്നാണ് അങ്ങനെയും കെട്ടിപ്പിടിച്ച് പരദൂഷണം പറയുന്നത്? അടിയനൊന്നും പറഞ്ഞില്ലേ? മണിയടി കേട്ടപ്പോ മനസ്സിൽ തോന്നിയ ഭഗവതി സ്തോത്രം ചൊല്ലിയതാണേ. വത്സല കൊച്ചമ്മ നെന്തിരുവടി അടിയനോട് മാപ്പാക്കണം. താൻ പോയി അർദ്ധരാത്രിത്തെ പൂജയ്ക്ക് എനിക്ക് കുറച്ച് ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ഫലമൂലോ? അതെന്ത മൂലം? ഫലമൂലം? ഫലമൂലാദികൾ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ. ആപ്പിൾ, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ തുടങ്ങിയ പഴങ്ങൾ. വേഗം പോയി അവയെല്ലാം പറിച്ചുകൊണ്ടുവരൂ. പറിച്ചോണ്ട് വരാൻ ഈ വീടെന്താണ്ട് നിന്റെ ആശ്രമോ? ശൈവഭൂതങ്ങൾ രാത്രി ഫ്രൂട്ട് ജ്യൂസാ കുടിക്കുന്നത്? ഈ രാത്രി നേരത്ത് ഒരു ഭൂതം വിചാരിച്ചാലും ആപ്പിളും മുന്തിരിയും കിട്ടാൻ പോണില്ല. പിന്നെ മാർക്കറ്റിലെ അയ്യപ്പൻ നായരുടെ കട പൂട്ടിയില്ലെങ്കിൽ 1 കിലോ തക്കാളി വാങ്ങിക്കാം. തക്കാളി ഒരു പഴമല്ലേ? പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. ആ സാമ്പാർ നിങ്ങൾ കൂടി, ഭൂതങ്ങൾക്ക് അത് വേണ്ട. ഓം നമഃ ശിവായ. അയ്യോ